ചൂസ് ചെയ്തതല്ല. മീൻസ് എനിക്ക് അത് കഥ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അതായത് എനിക്കൊരു ആക്സിഡന്റിന് ശേഷമാണ് ഞാനൊരു റീഹാബ് പോലെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. എനിക്ക് ചേഞ്ചസ് ഉണ്ടായി, എനിക്ക് സന്തോഷം ഉണ്ടായി. ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നു. അങ്ങനെ പയ്യെ പക്ഷെ അതിനിടയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ടൈമിലാണ് ഇപ്പം ഞാൻ കോമ്പറ്റീഷൻ ചെയ്തിരുന്ന ടൈമിലൊന്നും എന്നെ ആർക്കും അറിയില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഓണത്തിന് വന്നൊരു സാരിയിലുള്ള ഒരു പോസിങ് വീഡിയോയിലൂടെയാണ് കുറച്ച് പേര് അറിഞ്ഞത്. അങ്ങനെ വന്നു. അല്ലാതെ ഞാൻ കോമ്പീറ്റ് ചെയ്തിരുന്ന ടൈമിലോ ഒന്നും. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആണ്. മീൻസ് കോമ്പീറ്റ് ചെയ്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് ഫുഡും ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ഞാൻ വിചാരിക്കുന്ന ഒരു ഫ്രെയിം എനിക്ക് വെച്ചാൽ മതി. അല്ലാതെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫ്രെയിം എനിക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ദൈവാനുഗ്രഹമാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ്, ലക്കിയാണ്. പക്ഷെ നമ്മുടെ ഒരു സംതിങ് പേഴ്സൻ്റ് കൂടെ വേണം അതിനു വേണ്ടി. ദൈവം ബാക്കി ചെയ്യും അങ്ങനെ.